ഇതെൻ്റെ ഒരു രണ്ടാം തിരിച്ചുവരവാട്ടോ യൂട്യൂബിലേക്ക്. കാരണം 4 ഇയേഴ്സ് മുന്നേ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ ദുബായിലായത് കാരണം ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും വീഡിയോസ് എടുക്കാനൊക്കെ. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ പിന്നെ ഫുള്ള് ബിസിയായി. അപ്പോൾ പിന്നെ ചാനലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ചീസ് പാസ്ത കേട്ടോ മോർണിംഗിൽ. അപ്പം ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ചിക്കനൊക്കെ പൊരിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. മെയിനായിട്ട് അതിൽ ആ ക്രീമിൻ്റെ ടേസ്റ്റും പിന്നെ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആട്ടോ അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇന്ന് സ്കൂളിലെ ഡേ ആയതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇതാ ഫുഡൊക്കെ വേഗം റെഡിയാക്കി മോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവളിതാ സ്കൂളിലേക്ക് പോവുക കേട്ടോ. പിന്നെ ഇതാ മോൻ എണീറ്റ് വന്ന് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള സ്പെഷ്യൽ ഈരോട് ബിരിയാണി കേട്ടോ. ഈരോട് ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ കഴിക്കൂലേ, ആ ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കുറേ സവാളൊക്കെ വഴറ്റി ഇരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഈ ബിരിയാണീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കേട്ടോ. അപ്പോൾ അത് കുറേ തന്നെ വേണം. നല്ല ഫ്ലേവറുമാണ് ഈ ബിരിയാണിക്ക് കേട്ടോ. അപ്പോഴാട്ടോ ഒരു കാര്യം ഓർമ്മ വന്ന്, ബിരിയാണീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഗ്യാസ് ഓഫ് ചെയ്തു, കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാട്ടോ 2 കുട്ടികൾ അവിടെ നിന്ന് മീൻ പിടിക്കുന്നത് കണ്ടത്. ഇതൊരു ക്ലിയർ അല്ലേ വെള്ളം. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ നേരെ സാധനം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ ബാക്കി പണി കണ്ടിന്യൂ ചെയ്തു. ഇതിൽ ചിക്കൻ കുറച്ച് ഹാഫ് വേവ് ആകുമ്പോഴാട്ടോ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുക്കറിന് വിസിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇതൊരു മടുപ്പുണ്ടാവില്ല നമുക്ക് കഴിക്കാൻ വേണ്ടി. കാരണം ഓവർ നെയ്യും ഇതൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിരിയാണീൻ്റെ കൂടെ മസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ചട്നി കേട്ടോ, പുതിന ചട്നി. അപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.